നമസ്കാരം. കേരളത്തിലെ ഏറ്റവും മോശം റോഡ് നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിലും മോശം റോഡ് ആരെങ്കിലും കാണിച്ചാൽ അവർക്ക് നമ്മൾ 10,000 രൂപ സമ്മാനമായി നൽകുന്നതാണ്. അതിനുള്ള മറ്റു മാനദണ്ഡങ്ങൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ഉണ്ണാമറ്റം എന്ന സ്ഥലത്ത് നിന്നാണ് ഈ റോഡ് ആരംഭിക്കുന്നത്. ഏകദേശം 8 കിലോമീറ്റർ നീളമുള്ള ഈ റോഡ് ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം വഴി കടന്ന് കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ കറുകച്ചാൽ NSS സ്കൂൾ ജംഗ്ഷനിൽ അവസാനിക്കുന്നു. ഈ റോഡ് തുടങ്ങുന്നിടത്ത് സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന ഒരു ഗവൺമെന്റ് LP സ്കൂളാണ്. നോക്കൂ, അതിന്റെ മുമ്പിൽ പോലും എത്രമാത്രം കുഴികളാണെന്ന്. MC റോഡിന് സമാന്തരമായി ഏറ്റുമാനൂർ തിരുവല്ല റോഡിനെയും ചങ്ങനാശ്ശേരി കറുകച്ചാൽ കുമളി റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് 10,000 ആളുകളാണ് പ്രതിദിനം ഉപയോഗിക്കുന്നത്. 15ഓളം ബസ്സുകൾ ഈ റോഡിന്റെ പല ഭാഗത്തുകൂടി സർവീസ് നടത്തുന്നു. കോട്ടയം, മാവേലിക്കര, പത്തനംതിട്ട തുടങ്ങിയ ലോക്സഭാ മണ്ഡലങ്ങളുടെ അതിർത്തികളിൽ കൂടി കടന്നുപോകുന്ന ഈ റോഡിൽ നിരവധി അപകടങ്ങൾ നടന്നിട്ടും ഇവിടുത്തെ MLA-മാരും MP-മാരും PWD ഉദ്യോഗസ്ഥരുമെല്ലാം ഇതിനെ പാടെ അവഗണിച്ചിട്ടിരിക്കുന്നു. പുതുപ്പള്ളി MLA ശ്രീ ചാണ്ടിയുമ്മൻ പുതുപ്പള്ളിയിൽ IPL മത്സരം നടത്താനുള്ള തിരക്കിലായതുകൊണ്ടാണോ എന്നറിയില്ല, റോഡുകൾ പോലെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഇടപെടാൻ അദ്ദേഹത്തിന് തീരെ സമയമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പ് വാകത്താനം പഞ്ചായത്തിലെ പല റോഡുകളുടെയും ഉദ്ഘാടന മാമാങ്കം അദ്ദേഹം നടത്തിയെങ്കിലും ഇലക്ഷൻ കഴിഞ്ഞ് 4 മാസമായിട്ടും ഒരു റോഡ് പോലും പൂർത്തിയായിട്ടില്ല. ആ പാടെ സന്തോഷമുള്ള ഒരു കാര്യം, ഈ റോഡിന്റെ കുറച്ചു ഭാഗം, അതായത് കറുകച്ചാൽ എത്തുന്നതിന് ഏകദേശം 1/2 കിലോമീറ്റർ മുമ്പ് നല്ല BMBC നിലവാരത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന് മുൻകൈ എടുത്തത് മുൻ കാഞ്ഞിരപ്പള്ളി MLA ശ്രീ N ജയരാജ് ആണ്. പുതുപ്പള്ളി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി തുടങ്ങി 3 മണ്ഡലങ്ങളിലും ഇപ്പോൾ UDF MLA-മാരാണ്. കഴിഞ്ഞ തവണ ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിച്ചപ്പോൾ ചങ്ങനാശ്ശേരിയിലും കാഞ്ഞിരപ്പള്ളിയിലും ഇടതുപക്ഷ MLA-മാരായിരുന്നു. ഇവരിൽ ഒരാളെങ്കിലും ശ്രമിച്ചിരുന്നെങ്കിൽ ഈ റോഡ് പണി പണ്ടേ നടന്നേനെ. ഇടതും വലതും ഇവിടുത്തെ നാട്ടുകാരെ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിലും ഇവിടുത്തെ BJP പ്രവർത്തകർ ഈ റോഡ് അടിയന്തരമായി ശരിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് റോഡ് വയ്ക്കൽ സമരം നടത്തുകയുണ്ടായി. ഇനി ആദ്യം പറഞ്ഞ 10,000 രൂപയുടെ മാനദണ്ഡങ്ങളെ കുറിച്ച് പറയാം. നമ്മളിപ്പോൾ കാണിച്ച ഈ റോഡ് ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ പല ഭാഗത്തൂടെ ഏകദേശം 15ഓളം ബസ്സുകൾ സർവീസ് നടക്കുന്നുണ്ട്. ഏകദേശം അതിന്റെ പകുതി, ഒരു 7 ബസ് സർവീസെങ്കിലും നടത്തുന്ന റോഡായിരിക്കണം നിങ്ങൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ റോഡിന് ഏകദേശം 8 കിലോമീറ്റർ നീളമാണ്. അത്രമില്ലെങ്കിൽ അതിന്റെ പകുതി ഏകദേശം 4 കിലോമീറ്ററെങ്കിലും ഉള്ള ഒരു റോഡിന്റെ അവസ്ഥ വേണം നിങ്ങൾ കാണിക്കാൻ. അതിന്റെ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഈ പോസ്റ്റിന് താഴെ നിങ്ങൾ കമന്റായി ഇടുക. അത് പരിശോധിച്ചതിന് ശേഷം ആദ്യം അത് കാണിക്കുന്ന ഇതിലും മോശം റോഡ് കേരളത്തിലുണ്ടെങ്കിൽ അത് കാണിക്കുന്ന വ്യക്തിക്ക് നമ്മൾ ഈ 10,000 രൂപ സമ്മാനമായി നൽകുന്നതാണ്.